നിലമ്പൂരിൽ രാഷ്ട്രീയ ചർച്ചയേക്കാൾ പ്രാധാന്യം പെട്ടി ചർച്ചയ്ക്കാണ്. പാലക്കാട് UDF വിജയത്തിൽ പ്രധാന സംഭവ വികാസമായിരുന്ന പെട്ടി വിവാദം മറ്റൊരു രീതിയിൽ നിലമ്പൂരിലും വീണുകിട്ടിയപ്പോൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിൽ UDF പിന്നോട്ടല്ല. പക്ഷേ ഷാഫിയുടെയും രാഹുലിൻ്റെയും ഉദ്യോഗസ്ഥരോട് കയർക്കുന്ന ദൃശ്യങ്ങളും ചർച്ചയായപ്പോൾ പെട്ടി കോൺഗ്രസ് പതിയൊന്ന് താഴെ വെച്ചു. ഉടൻ തന്നെ ഇടത് നേതാക്കൾ ഓരോന്നായി ആ വിഷയത്തെ കഴിയുന്നത്ര രീതിയിൽ പ്രതികരിച്ചും വിമർശിച്ചും നിലനിർത്തുന്നുമുണ്ട്. അത്തരത്തിൽ പെട്ടി വിഷയത്തിൽ കടുത്ത പരിഹാസവുമായി എത്തിയ നേതാവ് വിജയരാഘവനാണ്. കോൺഗ്രസിലെ ന്യൂജൻ നേതാക്കന്മാരുടെ പക്വതയില്ലായ്മയാണ് പെട്ടി വിവാദം എന്ന് പറഞ്ഞ് പരിഹസിച്ചതും ശ്രദ്ധേയമായിരുന്നു. മാത്രമല്ല, നിലമ്പൂരിലും പാലക്കാടും ഉണ്ടായിരുന്ന മറ്റൊരു പ്രധാന വിഷയം വർഗീയ പാർട്ടികളുടെ പിന്തുണയാണ്. ഇവിടുത്തെ ഒരു MP-യുടെ വണ്ടി പരിശോധിച്ചു. അവര് കുട്ടികളിലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നെ ഷാഫിയൊക്കെ ന്യൂജനാണ്, ന്യൂജൻ കോൺഗ്രസ്സുകാരവര്. അപ്പൊ ന്യൂജൻ കോൺഗ്രസ്സുകാരാകുമ്പോ അവർക്കൊരു ആവേശമൊക്കെ ഉണ്ടാവും. ഞാൻ അതിനെ അങ്ങനെ കാണുള്ളൂ. അത് പ്രായത്തിന്റെ അപക്വതയായിട്ട് കണ്ടാൽ മതി, മറ്റൊരു രൂപത്തിൽ നമ്മൾ കാണണ്ട. പാലക്കാട് നിന്ന് പിന്നെ നിലമ്പൂരിലേക്ക് കുറച്ച് ദൂരം അധികം ഉണ്ട്. പാലക്കാട് SDPI UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതുപോലെയുള്ള വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയും ഈ ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമാണ്. ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ അവസാന നിമിഷം ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് പ്രതിരോധം തീർക്കാൻ നിലമ്പൂരിലെ പെട്ടി വിവാദത്തിൽ UDF-നെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നിലമ്പൂരിൽ സംസാരിക്കേണ്ടത് അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമാണെന്നും യഥാർത്ഥ വിഷയത്തിൽ നിന്ന് UDF വ്യതിചലിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന പാരമ്പര്യമാണ് BJP-ക്ക്. അതേസമയം RSS-ന്റെയും ഇസ്ലാം പതിപ്പാണ് ജമാഅത്ത് ഇസ്ലാമി എന്നും രണ്ടുപേരുമായി യോജിപ്പിലെത്താനാണ് UDF ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ വിഷയങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് വീണ്ടും ചർച്ചയ്ക്ക് വിധേയമാക്കി സ്വരാജിന്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കുകയാണ് ബിനോയ് വിശ്വം. ഫേസ്ബുക്കിലൂടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: നിലമ്പൂരിൽ UDF ജീവിതത്തെയും ഭാവിയെയും പറ്റിയാണ് പറയേണ്ടത്, പെട്ടിയെപ്പറ്റിയല്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുള്ളപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പരിശോധനകൾ നടത്തുന്നത് സ്വാഭാവികമാണ്. യഥാർത്ഥ വിഷയത്തിൽ നിന്ന് UDF വ്യതിചലിക്കുകയാണ്. നിലമ്പൂരിൽ LDF ജയിക്കും. വിജയം ഉറപ്പാക്കാൻ ഒരേ സ്വരത്തിൽ പ്രവർത്തിച്ചു വരികയാണ് ഇടതുപക്ഷം. അവിടെ UDF പല വിരുദ്ധ പ്രചാരണങ്ങളും നടത്തുന്നുമുണ്ട്. പ്രചരിക്കുന്ന ഒരു വാർത്തയും സത്യസന്ധമായതല്ല. ജനങ്ങളെയും കൃഷിക്കാരെയും പാവപ്പെട്ടവരെയും എല്ലാം ഒന്നായാണ് LDF സർക്കാർ കാണുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കൃത്യമായ യുക്തിയും ശരിയുമുണ്ട്. ദുരന്തകാലത്ത് പോലും വർഗീയമായും രാഷ്ട്രീയമായും കേന്ദ്രം ഞെരുക്കിയപ്പോഴും LDF സർക്കാർ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന പാരമ്പര്യമാണ് BJP-ക്ക്. അതേസമയം RSS-ന്റെ ഇസ്ലാം പതിപ്പാണ് ജമാഅത്ത് ഇസ്ലാമി. രണ്ടുപേരുമായും യോജിപ്പിലെത്താനാണ് UDF ശ്രമിക്കുന്നത്. കോൺഗ്രസിനകത്ത് യഥാർത്ഥ രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ അന്ത്യത്തിന്റെ ആരംഭമായാണ് കാണേണ്ടതെന്ന് ബിനോയ് വിശ്വം പറയുന്നു. അതേസമയം നിലമ്പൂരിൽ LDF അല്ലാത്തവർക്കും സ്വരാജ് ജയിക്കണമെന്നാണ് താല്പര്യമെന്നും ഇതിന്റെ അങ്കലാപ്പിലാണ് UDF എന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞിരുന്നു. ഞങ്ങളുടെ കൂടെ ഒരു വഞ്ചകൻ സഞ്ചരിക്കുകയുണ്ടായി. അയാളുടെ വഞ്ചന കാരണമാണ് ഈ തെരഞ്ഞെടുപ്പിന് നാം നിർബന്ധിതരായത്. ഇത് നിലമ്പൂരിന് തനിമ കാണിക്കുവാനുള്ള അവസരമാണ്. BJP-യും RSS-ഉം ആഗ്രഹിക്കുന്ന രീതിയിൽ കേരളം കൂടെ നിൽക്കുന്നില്ല. അതിനുള്ള വിരോധമാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കാണിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. RSS-നെ പിന്തുണയ്ക്കുന്നത് പോലെ ഒരു വർഗീയ പ്രസ്ഥാനത്തിന്റെ പിന്തുണയ്ക്കു വേണ്ടി സൗമ്യമായി മുറവിളി കൂട്ടുന്നു UDF. അതിലൂടെ വർഗീയ പ്രസ്ഥാനത്തിന് കൈകൊടുത്ത് മുൻപോട്ട് പോകുന്ന പാർട്ടിയാണ് UDF എന്നും രാഷ്ട്രീയ ജനകീയ വിഷയങ്ങൾ ഒന്നും ചർച്ച ചെയ്യുന്നില്ലെന്നും ബിനോയ് വിശ്വം ഫേസ്ബുക്കിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പാലക്കാട്ടെ പോലെ പെട്ടി വിവാദവും അതിനോടൊപ്പം SDPIക്ക് പകരമായി ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുമൊക്കെ ചർച്ചാ വിഷയമാക്കി 2016 മുതൽ ഇടതുപക്ഷം പിടിച്ചു നിർത്തുവാൻ ശ്രമിച്ച ആ ഇടതുകോട്ട അങ്ങനെ തന്നെ നിലനിർത്താനാണ് ഇടതുപക്ഷത്തിന്റെ ചിന്തയും തീരുമാനവും. പക്ഷേ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നാണ് UDF പക്ഷം. 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന UDF-നെ സംബന്ധിച്ച് ഇക്കുറി നിലമ്പൂരിലും വിജയിക്കണം, വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വിജയിക്കണം, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിക്കണം എന്ന് തന്നെ കണിശത്തോടുകൂടി പറയുന്നുണ്ട് UDF നേതാക്കന്മാർ. ഇനി അവരുടെ ആഗ്രഹം നടക്കുമോ, അതല്ല ഇക്കൂട്ടരുടെ ആഗ്രഹം നടക്കുമോ എന്നറിയാൻ കാത്തിരിക്കണം കുറച്ചേറെ നാൾ.